Yeah. Hi guys. So welcome to the next topic, that is volume imperfection. Volume imperfection is basically the fourth type of defect which is seen in materials. So defects are classified into one zero dimensional, one dimensional, two dimensional, and three dimensional. So volume imperfection is a three-dimensional defect, and these may arise when there is a small electrostatic dissimilarities between the stacking sequence. For example, crack is actually a volume defect. ലാർജ് വേക്കൻസീസ് ഓർ വോയിഡ്സ്, ഒരു വേക്കൻസി അല്ല, നമ്മൾ നേരത്തെ പോയിൻ്റ് ഡിഫക്ട്സ് പഠിക്കുമ്പോൾ ഒരു ആറ്റമാണ്, അതൊരു പോയിൻ്റിലാണ്, ഒരു പോയിൻറ്റിൻ്റെ ഡയമെൻഷനുള്ള ഡിഫക്റ്റാണ് വേക്കൻസീസ്. ഇവിടെ ലാർജ് ക്ലസ്റ്റർ ഓഫ് ആറ്റംസ് മിസ്സിങ് ഫ്രം എ പർട്ടിക്കുലർ സൈഡ്, ഒരു വലിയ വോയിഡ്സും അല്ലെങ്കിൽ ലാർജ് വേക്കൻസീസും ഒക്കെ വോളിയം ഇംപെർഫെക്ഷൻസ് ആണ്. വോളിയം ഇംപെർഫെക്ഷൻസ് ബേസിക്കലി അത് അധികം ക്ലാസിഫിക്കേഷനൊന്നുമില്ല, ചെറിയൊരു പാർട്ടാണ്. സോ വോളിയം ഇംപെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഡിഫക്റ്റാണ്. ഇറ്റ്സ് ത്രീ ഡയമെൻഷനിലാണ്, അതിൻ്റെ ഡയമെൻഷൻസ് 3 ആക്സിസിലുമുണ്ട്. അതുകൊണ്ടാണ് അതിനെ വോളിയം ഡിഫക്റ്റ് ഇംപെർഫെക്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഈസ് ഡിസ്ലൊക്കേഷൻ സോഴ്സസ്. അപ്പോൾ ഡിസ്ലൊക്കേഷൻ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ലൊക്കേഷൻ എവിടെ നിന്ന് ജനറേറ്റ് ആവുന്നു. അപ്പോൾ ഇത് കണ്ടുപിടിച്ചത് ആക്ച്വലി ഫ്രാങ്കും റീഡും എന്ന് പറഞ്ഞ രണ്ടാൾക്കാരാണ്. ആൻഡ് ദേ ഹാവ് പ്രസൻറ്റഡ് ദിസ് പർട്ടിക്കുലർ ഐഡിയ ഇൻ എ സിമ്പോസിയം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ് 1950 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഡിസ്ലൊക്കേഷൻ സോഴ്സസ്, ഡിസ്ലൊക്കേഷൻ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ആക്ച്വലി dislocations exist in a material, but due to fabrication or the prior deformations. So when actual deformation occurs in a material, അതായത് നമ്മളൊരു മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, when that particular material is put into an application and during the course of time, definitely depending on the load acting on the particular material, there will be deformation. അപ്പോൾ ഡിഫോർമേഷൻ നടക്കുമ്പോൾ എന്ത് പറ്റും? ദ ഡിസ്ലൊക്കേഷൻസ് വിൽ മൂവ്. എഡ്ജ് ഡിസ്ലൊക്കേഷനും സ്ക്രൂ ഡിസ്ലൊക്കേഷനും ഒക്കെ മൂവ് ചെയ്യില്ലേ? അങ്ങനെ മൂവ് ചെയ്യുമ്പം ഡിസ്ലൊക്കേഷൻസ് വിൽ മൾട്ടിപ്ലൈ. സോ പുതിയ ഡിസ്ലൊക്കേഷൻസ് ജനറേറ്റ് ചെയ്യും. അതാണ് ഡിസ്ലൊക്കേഷൻസ് മൾട്ടിപ്ലൈ ഡ്യൂറിങ് ഡിഫോർമേഷൻ. ആ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സിനെയാണ് ഫ്രാങ്ക് റീഡ് സോഴ്സ് എന്ന് പറയുന്നത്. അതെ, ആ മെക്കാനിസം അതെങ്ങനെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ കണ്ടോ, ഒരു സ്ലിപ്പ് പ്ലെയിനാണ് കാണിച്ചിരിക്കുന്നത്. ആ സ്ലിപ്പ് പ്ലെയിനിൽ ഒരുപാട് ആറ്റംസ് ഉണ്ട്. ഈ എ ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫിഗർ, ദിസ് വൺ, ഈ ഒരു ഫിഗർ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ലിപ്പ് പ്ലെയിനിൽ ആ ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യുകയാണ്, ഡിസ്ലൊക്കേഷൻ ലൈനാണ്. ഇപ്പോൾ എഡ്ജ് ഡിസ്ലൊക്കേഷൻ ആണെന്ന് കരുതുക. സോ ബർജേഴ്സ് വെക്റ്റർ പെർപെൻഡിക്കുലർ ആണ് അല്ലേ? ഡിസ്ലൊക്കേഷൻ ലൈനാണ് ബ്ലൂവിൽ കാണിച്ചിരിക്കുന്നത്, ബർജേഴ്സ് വെക്റ്റർ ആരോയിൽ കാണിച്ചിട്ടുണ്ട്. സോ ഈ ഡിസ്ലൊക്കേഷൻ ആ സ്ലിപ്പ് ലൈനിൽ മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? വെൻ ഇറ്റ് എൻകൗണ്ടേഴ്സ് ആൻ ഒബ്സ്റ്റക്കിൾ, അതായത് അതിങ്ങനെ മൂവ് ചെയ്ത് പോവുക. അപ്പോൾ അതൊരു ഒബ്സ്റ്റക്കിളിൽ എൻകൗണ്ടർ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആ ഒബ്സ്റ്റക്കിൾ കടന്നു പോകണ്ടേ? ആ ഒബ്സ്റ്റക്കിൾ കടന്നു പോകണമെങ്കിൽ ഈ ഡിസ്ലൊക്കേഷൻ ലൈനിൽ, അതായത് ഈ ഡിസ്ലൊക്കേഷൻ ലൈനിൽ ഒരു 10 ആറ്റംസ് ചേർന്നാണ് ഈ ലൈൻ ഫോം ചെയ്തതെന്ന് കരുതുക. അപ്പോൾ 10 ആറ്റംസ്, നിങ്ങൾ 10 ആൾക്കാരാണ് ഒരു ലൈനിലുള്ളത്. നിങ്ങൾ ഒരുമിച്ച് മൂവ് ചെയ്യുക. ഒരുമിച്ച് മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നിങ്ങൾ എവിടെയെങ്കിലും വന്ന് തട്ടി നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ തട്ടി നിൽക്കുന്ന കേസ്, ആറ്റംസ് തട്ടി നിൽക്കുന്നതായിട്ട് ആലോചിക്കുക. സോ നമ്മൾ ഈ ഒരു ഒബ്സ്റ്റക്കിളിനെ വന്ന് തട്ടുമ്പോൾ എന്ത് ചെയ്യും? ഈ ഡിസ്ലൊക്കേഷൻസ് വിൽ ട്രൈ ടു ബെൻഡ് അറൗണ്ട് ദ ഒബ്സ്റ്റക്കിൾ. അതാണ് കാണിച്ചിരിക്കുന്നത്. ഈ എൽ എന്ന് പറയുന്നത്, ലെങ്ത് എന്ന് പറഞ്ഞാൽ സ്പേസിങ്, ആ ഒബ്സ്റ്റക്കിളിൻ്റെ സ്പേസിങ്. അപ്പോൾ ഡിസ്ലൊക്കേഷൻ എൽ സ്പേസിങ് ഉള്ള ഒരു ഒബ്സ്റ്റക്കിളിനെ വന്ന് എൻകൗണ്ടർ ചെയ്തു, അത് വന്നിടിച്ചു, പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ നടക്കുകയാണ്. അപ്പം വെൻ എ സ്ട്രെസ് ഈസ് അപ്ലൈഡ് ടു എ മെറ്റീരിയൽ, ഡിസ്ലൊക്കേഷൻ വിൽ മൂവ്. Immediately it will encounter an obstacle and the spacing between the obstacle is given by L. Dislocation will immediately first
എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? വീണ്ടും കുറച്ചുകൂടെ ബെൻഡ് ചെയ്ത് അത് അവിടെ നിന്ന് വിട്ടു പോകുന്നതിന് മുന്നേ ഇറ്റ് വിൽ ക്രിയേറ്റ് അനദർ പ്ലെയിൻ ഓഫ് ഇൻകംപ്ലീറ്റ് ആറ്റംസ്. അതവിടെ ജനറേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഇത് വിട്ടു പോകുമ്പം അടുത്ത പ്ലെയിൻ ജനറേറ്റ് ചെയ്യും, അത് അതുപോലെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ അതൊരു ലൂപ്പ് ഫോം ചെയ്ത് അവസാനം എന്താവും? ന്യൂ ഡിസ്ലൊക്കേഷൻസ് വിൽ റിപ്പീറ്റ് ഇഫ് അപ്ലൈഡ് സ്ട്രെസ് ഈസ് സഫിഷ്യൻറ്റ്. അങ്ങനെ ഒരു ലൂപ്പ് ഫോം ചെയ്ത് ഈ ഒരു ഷേപ്പിലേക്ക് വരും. ഇതാണ് ഡിസ്ലൊക്കേഷൻ സോഴ്സ് എന്ന് പറയുന്നത് ഡ്യൂറിങ് ഡിഫോർമേഷൻ. ഡിസ്ലൊക്കേഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡ്യൂറിങ് ഡിഫോർമേഷൻ. അപ്പോൾ ഇതാണ് ഫ്രാങ്ക് റീഡ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആനിമേഷൻ ഉണ്ട്, നെക്സ്റ്റ് സ്ലൈഡിൽ കാണിക്കാം. ഇത് കണ്ടോ? ആദ്യത്തെ ഡിസ്ലൊക്കേഷൻ വന്നു, രണ്ടാമത്തെ ഡിസ്ലൊക്കേഷൻ വന്നു, മൂന്നാമത്തെ ഡിസ്ലൊക്കേഷൻ വന്നു, നാലാമത്തെ ഡിസ്ലൊക്കേഷൻ വന്നു. കണ്ടോ? ആദ്യം ഡിസ്ലൊക്കേഷൻ ബെൻഡായി. ഒന്നുകൂടി കാണിക്കാതെ ഫുൾ കംപ്ലീറ്റ്. അപ്പോൾ ആദ്യം എന്തായിരുന്നു? ആദ്യം ഒരു ലൈനായിട്ട് തുടങ്ങി അത് ബെൻഡ് ചെയ്തു. എന്നിട്ട് അത് വിട്ട് അടുത്ത ഡിസ്ലൊക്കേഷൻ വന്നു, അതും ബെൻഡ് ചെയ്തു. അടുത്ത ഡിസ്ലൊക്കേഷൻ വന്നു, വീണ്ടും ഇങ്ങനെ ഡിസ്ലൊക്കേഷൻ ഡ്യൂറിങ് എ ഡിഫോർമേഷൻ ഇറ്റ് വിൽ മൾട്ടിപ്ലൈ ഡിപ്പെൻഡിങ് ഓൺ ദ സ്ട്രെസ് ആൻഡ് ദ എമൗണ്ട് ഓഫ് ഡിഫോർമേഷൻ ഹാപ്പനിങ് ഇൻ എ മെറ്റീരിയൽ. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് ഫ്രാങ്ക് റീഡ് സോഴ്സ് എന്ന് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഡിസ്ലൊക്കേഷൻ ഡ്യൂറിങ് ഡിഫോർമേഷൻ. ഓക്കെ, ഇതൊരു പ്ലെയിനിൽ, അതായത് നമ്മൾ യൂണിറ്റ് സെൽ എടുക്കുമ്പോൾ നമ്മളൊരു പ്ലെയിനിലാണല്ലോ സ്ലിപ്പ് പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്ലെയിനിൽ, ആ പ്ലെയിനിലല്ലേ മൂവ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ആ പ്ലെയിനിൽ ഡിസ്ലൊക്കേഷൻ ഒബ്സ്റ്റക്കിളിനെ എൻ്റർ ചെയ്യുമ്പോൾ നേരത്തെ സെയിം പ്രോസസ്സ് തന്നെ അതൊരു പ്ലെയിനിൽ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഡിസ്ലൊക്കേഷൻസ് എന്ത് ചെയ്യും? ആദ്യം ബെൻഡ് ചെയ്യും, എന്നിട്ട് ഇമ്മീഡിയറ്റ്ലി അതിൽ നിന്ന് വിട്ട് വന്ന് ഇറ്റ് വിൽ ഫോം അനദർ ലൂപ്പ്. അപ്പോൾ ഇതിനെയാണ് ഫ്രാങ്ക് റീഡ് സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഉണ്ടോ? വന്നു, അത് വിട്ടു, അടുത്ത ഡിസ്ലൊക്കേഷൻസ് വന്നു, മൾട്ടിപ്ലൈ ആവുന്നു, വീണ്ടും ഡിസ്ലൊക്കേഷൻസ് വന്നു. ഓക്കെ, ഇതെല്ലാം പല പ്ലെയിൻസിലുള്ള ആനിമേഷൻസാണ്, നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി. ഫ്രാങ്ക് റീഡ് സോഴ്സ് ഇങ്ങനെയും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രാങ്ക് റീഡ് സോഴ്സ് ഡിസ്ലൊക്കേഷൻ മൾട്ടിപ്ലിക്കേഷനാണ്. പക്ഷേ ഇവിടെ വേറൊരു കാര്യം നോട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഒരു ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യണമെങ്കിൽ മിനിമം സ്ട്രെസ് റിക്വയർഡ് ഫോർ എ ഡിസ്ലൊക്കേഷൻ ടു പാസ് ഓവർ ആൻ ഒബ്സ്റ്റക്കിൾ. അതൊരു മിനിമം സ്ട്രെസ് ഒരു ഡിസ്ലൊക്കേഷൻ വേണം. ആ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ് ടോ, ഷിയർ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ജി ഇൻറ്റു ബി ബൈ ആർ. അപ്പോൾ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലോസ് ഓഫ് റിജിഡിറ്റി, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർജേഴ്സ് വെക്റ്റർ, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ. അത് ഡിസ്ലൊക്കേഷൻ ഒബ്സ്റ്റക്കിളിനെ എൻകൗണ്ടർ ചെയ്യുമ്പോൾ എന്ത് പറ്റും? അതൊരു കർവ് ഫോം ചെയ്യത്തില്ല, കർവ് ബെൻഡ് ചെയ്തിട്ടല്ലേ പോകുന്നത്. ഓൾസോ അതിൻ്റെ റേഡിയസ് ആണ് ആർ. അപ്പോൾ യൂഷ്വലി ബോയിങ് കണ്ടിന്യൂസ് അൺടിൽ ആർ ഈക്വൽ ടു L/2. ആർ ഈക്വൽ ടു L/2 വരുന്നവരെ ബോയിങ് ആ ബെൻഡ് ചെയ്യുന്ന പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അറ്റ് ദിസ് പോയിൻറ്റ് ലൂപ്പ് ബിക്കംസ് അൺസ്റ്റേബിൾ ആൻഡ് ബിഗിൻസ് ടു ബെൻഡ് around upon itself. This occurs when tau nearly equal to GB/L. tau എന്ന് പറഞ്ഞ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ G/B/L ആകുമ്പോഴാണ് ആ ബോയിങ് പ്രോസസ്സ് അൺസ്റ്റേബിളായി അത് വിട്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രാങ്ക് റീഡ് സോഴ്സ് എഴുതുമ്പോൾ നിങ്ങൾ ഈ ഒരു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്ലൊക്കേഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡ്യൂറിങ് ഡിഫോർമേഷൻ ആണ്. എന്നിട്ട് ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു സ്റ്റെപ്സാണ് എഴുതേണ്ടത്. when a dislocation encounters an obstacle spaced at a distance of L apart, it will try to bend over the obstacle, and the shear stress required for the bending or the bowing is equal to GB/R, and the bowing will continue until R equal to L/2. So, and this occurs when the value of the shear stress nearly equal to GB/L. ഓക്കെ, അത് ബാക്കിയുള്ള പ്രോസസ്സ് സെയിമാണ്. പിന്നെ ബാക്കി ഫിഗേഴ്സും കൂടെ വരയ്ക്കണം. അതായത് ആദ്യത്തെ ഫിഗറിൽ ഡിസ്ലൊക്കേഷൻ ലൈൻ സ്ട്രെയിറ്റ് ആയിരുന്നു, അത് ബെൻഡ് ചെയ്യുന്നതാണ് കാണിച്ചത്. ഇമ്മീഡിയറ്റ്ലി അത് ആ ലൂപ്പ് അൺസ്റ്റേബിൾ ആകുമ്പം നെക്സ്റ്റ് ലൂപ്പ് ജനറേറ്റ് ചെയ്യും, അതിൻ്റെ താഴെയുള്ള ലൂപ്പ് ജനറേറ്റ് ചെയ്യും. ഫൈനലി എന്ത് ചെയ്യും?
ഫിഗർ ഈ ഒരു ഫൈനൽ ഫിഗർ കാണിച്ചിരിക്കുന്നു. ഇതാണ് ഫ്രാങ്ക് റീഡ് സോഴ്സ്. ഓക്കെ, കണ്ടോ? ദിസ് until the loop pinches off at point C. നേരത്തെ ആനിമേഷനിൽ കണ്ടില്ലേ ലൂപ്പ് വിട്ടു പോകുന്നത്, അത് ഈ സി ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റിലാണ്. അപ്പോൾ അവിടെ വരുമ്പം യൂഷ്വലി ഞാൻ പറഞ്ഞത് എഡ്ജ് ഡിസ്ലൊക്കേഷൻസും സ്ക്രൂ ഡിസ്ലൊക്കേഷൻസിൻ്റെയും ഒരു കോമ്പിനേഷനാണ് മിക്ക മെറ്റീരിയലിലും ഉള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. This loop will continue to grow and new dislocations will repeat if applied stress is sufficient. ഇതാണ് ഫ്രാങ്ക് റീഡ് സോഴ്സ്. അപ്പോൾ ടെക്സ്റ്റിലൊക്കെ ഈ ഒരു ഫിഗർ മാത്രമേ കാണൂ. അപ്പോൾ നേരത്തെയുള്ള ആനിമേഷൻസും വെച്ച് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്രാങ്ക് റീഡ് സോഴ്സ്. സോ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വി വിൽ ഡിസ്കസ് ഇൻ ദ ആക്ച്വൽ ക്ലാസ്.